In Seville, they didn't quite sparkle. They had to be stubborn, but they repelled Ronaldo, and not many can say they've done that. Torgan Hazard's goal separates the two teams and ends the reign much alive thanks to. അന്നത്തെ നിലവിലെ ചാമ്പ്യന്മാർ യാത്ര അവസാനിപ്പിക്കുന്നത് ബെൽജിയത്തിന് മുന്നിലായിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങി പോർച്ചുഗൽ യൂറോ കപ്പ് വേദിയോട് വിട പറയുന്നുണ്ട്. രണ്ടാം കിരീടം സ്വപ്നം കണ്ട് സ്പെയിനിലേക്ക് പറന്നെടുത്ത പറങ്കിപ്പട തികച്ചും യാദൃശ്ചികമായി റൗണ്ട് 16 അതിജീവിക്കാൻ കഴിയാതെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നു. വർഷങ്ങളങ്ങനെ മാറി മറിഞ്ഞു. വീണ്ടും പുതിയ പുലരികൾ ഉണർന്നും അണഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും യൂറോ കപ്പ് വേദി ജർമ്മൻ മണ്ണിൽ ഒരുങ്ങിത്തുടങ്ങുകയാണ്. കിരീടം ഒരുപോലെ സ്വപ്നം കാണുന്ന 24 ടീം അടങ്ങുന്ന 6 വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ബുദ്ധിയും ശക്തിയും മാറ്റുരയ്ക്കുന്ന മൈതാനങ്ങളിൽ കളിമികവ് കൊണ്ട് പരസ്പരം പോരടിച്ച് ഗ്രൂപ്പും സെമിയുമെല്ലാം കടന്ന് ഫൈനലിൽ ആര് കപ്പുയർത്തുമെന്നത് പ്രവചനാധീനമാണ്. കാൽപന്തിൻ്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന കോടാനുകോടി ആരാധകർക്ക് ഇത്തവണയും മരണപ്പോരാട്ടങ്ങൾ അങ്ങ് ജർമ്മനിയുടെ ഇരുണ്ടരാവുകളിൽ കാത്തിരിക്കുന്നുണ്ട്. ആ മരണപ്പോരാട്ടത്തിലേക്ക് ഇത്തവണയും പറങ്കിപ്പടയുടെ ചുവന്ന ചെകുത്താന്മാർ സാന്നിധ്യം അറിയിക്കുന്നു. 2004 ആദ്യമായി യൂറോ കപ്പിന് ഫൈനൽ വേദിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനുശേഷം 2016 ആദ്യ യൂറോ കപ്പ് കിരീടം ഉയർത്തുന്നുണ്ട്. തുടർച്ചയായി രണ്ടാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ പോർച്ചുഗൽ പിന്നീട് വന്ന 2020 യൂറോ കപ്പിൽ ബെൽജിയവുമായി റൗണ്ട് 16 കടക്കാതെ പുറത്താകുന്നു. വീണ്ടും തുടർച്ചയായി വന്ന 2024 ജർമ്മൻ യൂറോ കപ്പിൽ പോർച്ചുഗൽ ഇത്തവണയും വരവറിയിക്കുന്നുണ്ട്. ജോർജിയ, തുർക്കി, ചെക്ക് റിപ്പബ്ലിക് അടങ്ങുന്ന ഗ്രൂപ്പ് എഫിലാണ് പോർച്ചുഗൽ ഉൾപ്പെടുന്നത്. അട്ടിമറികൾക്ക് പേരുകേട്ട ജോർജിയയും തുർക്കിയും ചെക്കിനെയും എല്ലാം മറികടന്ന് വേണം ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കുവാൻ. അത്തരം അട്ടിമറികൾ സംഭവിക്കുമെന്ന് മുന്നിൽ കണ്ടു തന്നെയാണ് പോർച്ചുഗലിനുമൊത്ത് തൻ്റെ ആദ്യ യൂറോ കപ്പിനൊരുങ്ങുന്ന റോബർട്ടോ മാർട്ടിനസ് പറങ്കിപ്പടയെ സജ്ജമാക്കിയിട്ടുള്ളതും. റോബർട്ടോ മാർട്ടിനസിൻ്റെ കീഴിൽ ഇത്തവണ യൂറോ കപ്പ് 2024 ഒരുങ്ങുന്ന പോർച്ചുഗൽ ടീമിൻ്റെ ഗോൾ കീപ്പർമാരാവാൻ ഇടം നേടിയത് FC പോർട്ടോയുടെ ഡീഗോ കോസ്റ്റയും വോൾവർഹാംപ്ടൻ്റെ ജോസയും AS റോമയുടെ പെട്രീഷ്യയുമാണ്. ഇനി പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ ബെൻഫിക്കയുടെ ആന്റണിയോ സിൽവയും PSG ഡന്നിലോ പെരേരയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡീഗോ ഡൈലോട്ടും FC പോർട്ടോയുടെ ഗാൻകാലോ ഇനാസിയയും ബാർസയുടെ ജാവോ കാൻസലയും വോൾഫിൻ്റെ നെൽസൺ സമേതയും PSG നൂനോ മെൻഡസും പോർട്ടോയുടെ പെപ്പയും മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൂബൻ ഡയാസും അടങ്ങുന്ന പ്രതിരോധം കരുത്തറ്റവർ തന്നെയാണ്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഫെർണാണ്ടസും ബെൻഫിക്കയുടെ ചാവോ നവാസും ഫുൾഹാമിൻ്റെ ചാവോ പൊളിനെയും അൽനാസറിൻ്റെ ഒക്ടേവിയും അൽഹിലാലിൻ്റെ റൂബൻ നവാസും PSG വിറ്റിനെയും അടങ്ങുന്ന തന്ത്രങ്ങൾ മെനയാൻ ശേഷിയുള്ള മധ്യനിര. ഇനി മുന്നേറ്റത്തിലേക്ക് പോകാം. അവിടെയാണ് അവരുടെ ഭൂതവും ഭാവിയും കുടികൊള്ളുന്ന നായകൻ നിൽക്കുന്നത്. അയാൾക്കൊപ്പം മാൻ സിറ്റിയുടെ ബെർണാഡോ സിൽവയും ലിവർപൂളിൻ്റെ ഡിയോഗോ ജോട്ടയും പോർട്ടോയുടെ ഫ്രാൻസിസ്കോ കോൺസിക്കാവയും PSG ഗാൻസലോ റാമോസും ബാർസയുടെ ജാവോ ഫെലിക്സും വോൾവർഹാംപ്ടൻ്റെ പെഡ്രോ നെറ്റയും AC മിലൻ്റെ റാഫോലിയയും അടങ്ങുന്ന ഒരു പറ്റം മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള യുവതാരങ്ങൾ. ഇവരെല്ലാം അടങ്ങുന്ന പറങ്കിപ്പടയെ മുന്നിൽ നിന്ന് നയിക്കുവാൻ തൻ്റെ 6ാം യൂറോ കപ്പ് വേട്ടയ്ക്കൊരുങ്ങുന്ന അൽ നാസറിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ നായകൻ. യൂറോ കപ്പെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പോർച്ചുഗൽ ജനതയുടെ വിശ്വാസ പുരുഷൻ. യൂറോ 2024 തൻ്റെ 39ാം വയസ്സിൽ ക്യാപ്റ്റൻ്റെ ഹാൻഡ് ബാൻഡ് അണിയുവാൻ കാത്തിരിക്കുകയാണ്. ഇത്തവണയും വിധി അയാൾക്കെതിരെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ ഫേവറേറ്റുകളായ ഫ്രാൻസും ഇറ്റലിയും ഇംഗ്ലണ്ടും ബെൽജിയവും ജർമ്മനിയുമെല്ലാം കപ്പുയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. എന്നാൽ നിരന്തരം പരിശീലകന്മാരും ക്ലബ്ബും രാജ്യവുമെല്ലാം തളർത്തുവാൻ ശ്രമിച്ചിട്ട് പോലും ഉയർത്തി നിൽക്കുവാൻ ആർജവമുള്ള അമാനുഷികനായാളെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഖത്തറിനുമപ്പുറമുള്ള റൊണോ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും തകർത്ത് കളയുവാൻ. അയാളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്ന, നിരാശ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന, അയാളുടെ തകർച്ച സ്വപ്നം കാണുന്ന നിങ്ങളുടെ കണ്ണുകളെയും മനസ്സുകളെയും എന്തിനെ നിദ്രയെപ്പോലും അസ്വസ്ഥമാക്കുവാൻ തന്നെയാണ് അയാളുടെ 39ാം വയസ്സിലെ ഈ വരവ്. Who can reach areas other footballers just cannot reach, whose grasp of the improbable is utterly unique, and whose timing, whose maximising of the moment is unparalleled surely. കാത്തിരിക്കണം
ജർമ്മനിയുടെ മൈതാനങ്ങളുടെ അകത്തളത്തിലെ ഇരുണ്ടു നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോർച്ചുഗൽ രണ്ടാം കിരീടമുയർത്തുന്ന നിമിഷത്തിനായി. Maximising of the moment is unparalleled surely anywhere in the history of this game.